Good afternoon. Good afternoon, Miss. Adira, are you ready? Yes. Adira മാത്രമേ ഉള്ളൂ അല്ലേ? Okay. Now it's your MS. Okay. MS അല്ലേ എടുത്തത്? Adira? Yes. So MS ന്റെ ലാസ്റ്റ് ലെസൺ നമ്മൾ ഏതായിരുന്നു എടുത്തത്? I believe. Yes, I believe. We have completed the lesson. I believe. Okay. So, did I give these notes? ഞാൻ നോട്ട് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. തന്നോ? തന്നിരുന്നു. I believe ന്റെ തന്നിരുന്നു. അയച്ചിട്ടുണ്ടായിരുന്നു. Okay, okay. So now we are moving to our next lesson, that is the girl in the woods. Okay. Shall we start? Adira, listen here. Okay, Adira മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് Adira listen ശ്രദ്ധിച്ചിരിക്കുക. The girl in the woods. Okay. Girl in the woods. Woods എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാവോ? ഫോറസ്റ്റ്. ഓക്കെ, ഫോറസ്റ്റിനെയാണ് വുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ഗേൾ ഇൻ ദി വുഡ്സ്, ഫോറസ്റ്റിലുള്ള ഒരു ഗേളിനെ കുറിച്ചിട്ടുള്ള ദിസ് ഇസ് എ പോയം. ദിസ് ഇസ് എ പോയം അബൌട്ട് എ ഗേൾ ഹു ലിവ്സ് ഇൻ ദി വുഡ്സ്. ഓക്കെ, a little girl lived, listen, a little girl lived all alone deep in a forest glade. The only thing she had with her was a carved window shade. So here we can see this girl lives alone in a forest, deep in a forest glade. Glade means open space. Okay, ഫോറസ്റ്റിലെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ഇവള്. The only thing she had with her was a carved window shade. In her hand there is only a carved window shade. Carved window shade means like a curtain. ഒരു കർട്ടൻ മാത്രമാണ് അവളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. ജനലിനൊക്കെ ഇടുന്ന കർട്ടൻ ഇല്ലേ, അതേപോലത്തെ. അഫ്രാസ്, നമ്മൾ MS-ന്റെ 7th ലെസൺ ആണ് എടുക്കുന്നത്. ദ ഗേൾ ഇൻ ദ വുഡ്സ്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വുഡ്സ് മീൻസ് ഫോറസ്റ്റ് ആണ് കേട്ടോ. ദ ഗേൾ ഇൻ ദി വുഡ്സ്, ഗേൾ ഇൻ ദി ഫോറസ്റ്റ്. അഫ്രാസ്, MS-ന്റെ ബുക്ക് ഗൂഗിളിൽ കിട്ടോ? ഇല്ലല്ലോ. ഇല്ലാന്ന് തോന്നി. ഇല്ല, കിട്ടൂലായിരിക്കും. Okay, in this poem we can see a girl lived alone in a forest. ഒരു ഫോറസ്റ്റിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഗേൾ. ആ ഗേളിന്റെ കയ്യിൽ ആകെ ഉള്ളത് ഒരു കർട്ടൻ ആണ്, വിൻഡോ ഷെയ്ഡ്. വിൻഡോ ഷെയ്ഡ് മീൻസ് ലൈക്ക് എ കർട്ടൻ, ഒരു കർട്ടൻ പോലത്തെ സാധനമാണ് ഉള്ളത്. I am alone, I have to live with animals and birds. It would be sensible if I could understand their words. Yes, this girl thinks that she is alone in that forest, isn't it? There is nobody with her. Okay, so she wishes that it would be sensible, it would be balanced if she understood the words of animals and birds. അപ്പോൾ അവൾ വിചാരിക്കുക ഇവിടെയുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ലാംഗ്വേജ്, അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായാൽ അവളുടെ ഒറ്റപ്പെടൽ മാറി കിട്ടുമെന്ന്. അവരോട് സംസാരിക്കാമല്ലോ, അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലായാൽ അവളുടെ ഒറ്റപ്പെടൽ മാറി കിട്ടുമെന്ന് അവൾ വിചാരിക്കുകയാണ്. She prayed aloud both day and night to the frame on her wall, give me the power to know the meaning of every call. So this girl prayed every day. What was his prayer? He prayed for give me the power to know the meaning of every call. Okay, she want to know
the meaning of every call. Every call means the every sound made by the birds and animals. അവളുടെ പ്രാർത്ഥന എന്തായിരുന്നു? പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ അവരെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കണം. അതായിരുന്നു അവളുടെ prayer. Okay. She prayed aloud both day and night. Sorry. Then one day as she prayed, she found she understood a fly that skimmed over a dark green pond, so still beneath the sky. So one day, like all days, she prayed to God, and what happened? She found that she can understand the language of a fly. Fly എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ഈച്ചേനെ. ഓക്കെ, അവളിങ്ങനെ പ്രാർത്ഥിച്ചു. യെസ്, പ്രാർത്ഥിച്ചപ്പോൾ അവൾക്ക് ഒരു ദിവസം മനസ്സിലായി, ഇപ്പോൾ ആ ഫ്ലൈ ഒക്കെ പറയുന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടു എന്ന്. Then that skimmed over a dark green pond, so still beneath the sky. Yes, this fly is moving. Skimmed over means move quickly. പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യുന്നതിനാണ് സ്കിംഡ് ഓവർ എന്ന് പറയുന്നത്. ഓവർ എ ഡാർക്ക് ഗ്രീൻ പോണ്ട്, ഒരു ഗ്രീൻ പോണ്ടിന്റെ മുകളിൽ കൂടി പറക്കുന്ന ഒരു ഫ്ലൈ. ആ ഫ്ലൈനെയാണ് അവൾ കണ്ടത്. അവൾക്ക് എന്താണ് ഇപ്പൊ ആ ഫ്ലൈ പറയുന്നത് എന്താന്ന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. Then she said, "Fly, why do you not go into the waters deep? Then you would be safe from the birds that eat flies when they sleep." Yes. So now she knows the language of this fly. So she says to that fly, "Fly, why do you not go into the waters deep?" Yes. Why don't you go into the waters? വെള്ളത്തിന്റെ അടിയിലേക്ക് ഫ്ലൈക്ക് പോയിക്കൂടെ എന്നാണ് ഇവള് ചോദിക്കുന്നത്. പറന്ന് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകണം. അങ്ങനെ ചെയ്താൽ എന്ത് പറ്റും? Then you would be safe from the birds that eat flies when they sleep. അങ്ങനെ ചെയ്താൽ ഈ ഫ്ലൈസ് ഒക്കെ എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങുന്ന സമയത്ത് പക്ഷികളൊക്കെ വന്ന് പിടിക്കൂലേ? അതായത് ഇലയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് പക്ഷികൾ വന്നിട്ട് ഈ ഈച്ചനെ പിടിച്ച് തിന്നൂലേ? അപ്പോൾ വെള്ളത്തിന്റെ അടിയിലേക്ക് പോയാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പക്ഷികൾക്ക് വന്ന് നിന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയിക്കൂടെ എന്ന് ഈ ഫ്ലൈയോട് ഈ കുട്ടി ചോദിക്കുവാണ്. ഓക്കെ. "Even if it was possible, why should I?" said the fly. "I have not yet been eaten up," and flew into the sky. Yes, the fly's response was not at all a positive one. The fly says that even if it is possible, നീ പറയുന്നത് പോസിബിൾ ആണെങ്കിൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ എന്തിനും അങ്ങനെ ചെയ്യണം? ഇവള് പറയുന്ന കാര്യം പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല. എന്നാലും ഫ്ലൈ പറയാണ്, നീ പറയുന്നത് നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഞാൻ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താണ്? "I have not yet been eaten up." Yes, this fly lives now. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരു ബേർഡ്സും എന്താണ്? No birds eat this fly up to now. ഇതുവരെ ആരും പിടിച്ചു തിന്നിട്ടൊന്നുമില്ല ഫ്ലൈനെ. ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കെന്താണ് വെള്ളത്തിന്റെ അടിയിലേക്കൊന്നും പോയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഫ്ലൈ ഇവളോട് പറയുന്നു. The girl saw that the fly could not see sense to save its life. So she turned to a fish that cut the waters like a knife. Okay. This girl saw that there is no response. There is not at all a good response from the fly. ഫ്ലൈയുടെ അടുത്തുനിന്ന് ഒരു നല്ല പ്രതികരണമൊന്നും നമുക്ക് കിട്ടുന്നില്ല. The fly don't have a sense to save its life. അവൾ നോക്കുമ്പോൾ എന്താണ്? ഫ്ലൈക്ക് അതിന്റെ ലൈഫ് സേവ് ചെയ്യണമെന്നൊന്നും ആഗ്രഹമില്ല. അതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? So she turned to a fish that cut the waters like a knife. After that she turned to a fish. ഫ്ലൈയോട് പറഞ്ഞിട്ട് ഫ്ലൈ അത് കേട്ടില്ല. ഫ്ലൈക്ക് താല്പര്യമില്ല അത് കേൾക്കാൻ. അപ്പൊ അടുത്തായിട്ട് ആരെയാ കാണുന്നത്? ആരെയാ കണ്ടത്? Yes, fish. That fish is moving through the water like a knife. Cutting knife. Okay. ഒരു കത്തി വെച്ച് കട്ട് ചെയ്യുന്ന പോലെ വെള്ളത്തെ കട്ട് ചെയ്ത് പോകുന്ന ഒരു ഫിഷ്. വെള്ളം ഇങ്ങനെ ഉണ്ടാവൂലേ, നല്ല സ്മൂത്ത് ആയിട്ട് ഒഴുകുന്നുണ്ടാവൂലേ? അപ്പൊ ഫിഷ് പോകുമ്പോൾ അത് കട്ട് ചെയ്ത് പോകുന്ന പോലെയല്ലേ? അതാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. Then next one.
Oh fish, why do you not get out of waters, cold and dark? Then you would be safe from predatory fish like the sleepless shark. Yes, she says to the fish that you should get out from the water. ഓക്കെ, നീ എന്താ ചെയ്യേണ്ടത്? വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് ഫിഷിനോട് ഇവള് പോയിട്ട് പറയുന്നത്. ബിക്കോസ് ഇൻ വാട്ടർ ദർ ഈസ് കോൾഡ് ആൻഡ് ഹോട്ട്. ബിക്കോസ് ഇൻ വാട്ടർ ദർ ഈസ് കോൾഡ് ആൻഡ് ഹോട്ട് ആസ് വെൽ ആസ് ദർ വിൽ ബി predatory fish like sleepless shark. വെള്ളത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരണം. കാരണം എന്താണ്? വെള്ളത്തിൽ വല്ലാത്ത തണുപ്പുമാണ്, അതേപോലെ ഇരുട്ടുമാണ്. അത് മാത്രമല്ല predatory, ഇര പിടിക്കുന്നവർ. ഇര പിടിക്കുന്ന വേറെ വലിയ മീനുകൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ മീനുകളെ പിടിച്ച് തിന്നുന്നേ. അപ്പൊ അവരിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നീ എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം എന്നാണ് ഈ ഫിഷിന്റെ അടുത്ത് പോയിട്ട് ഈ ഗേള് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ അഫ്രാസ്? Yes. Then, okay. Then, that's utter nonsense, said the fish, and impossible to boot, and I do not really think that the point is even moot. Okay. Yes, at that time this fish says that what you are talking is utter nonsense, completely a nonsense. Okay, complete nonsense. നീ പറയുന്നത് എന്താണ്? വെറും നോൺസെൻസ് ആണ്, വെറും വിഡ്ഢിത്തരാണ്, ഒരു കാര്യമില്ലാത്ത കാര്യമാണ് നീ പറയുന്നത്. ആൻഡ് ഇമ്പോസിബിൾ ടു ബൂട്ട്. ഇമ്പോസിബിൾ ടു ബൂട്ട്, ബൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലാഭവും ഇല്ലാത്ത കാര്യം. ലാഭത്തിനെയാണ് ബൂട്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ലാഭവും ഇല്ല നീ പറയുന്ന കാര്യം കൊണ്ട്. ആൻഡ് ഐ ഡു നോട്ട് റിയലി തിങ്ക് ദാറ്റ് ദ പോയിന്റ് ഈസ് ഈവൻ മൂട്ട്. മൂട്ട് മീൻസ് ഡിബേറ്റബിൾ. ഓക്കെ, നീ പറഞ്ഞ ഈ പോയിന്റ് ഡിബേറ്റ്, ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്ത പോയിന്റ് ആണ്, അതേപോലത്തെ പോയിന്റ് ആണ് നീ പറഞ്ഞിട്ടുള്ളത്. വെറും യൂസ്ലെസ് ആണ്. യുവർ വേർഡ്സ് ആർ റിയലി യൂസ്ലെസ് ആൻഡ് യുവർ വേർഡ്സ് ആർ നോട്ട് അറ്റ് ഓൾ എ ഡിബേറ്റബിൾ വൺ. ഇവള് പറയുന്നത് ശരിക്കും മണ്ടത്തരല്ലേ? ഒരു മീനിന് പുറത്ത് വന്നിട്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. യെസ്. The girl then saw a shiny snail lying on the water's edge. Leave the water, snail said, and live on a green hedge. Okay. After that she met a snail. അത് കഴിഞ്ഞിട്ട് ആരെയാ കാണുന്നത്? ഒരു സ്നെയിൽ. സ്നെയിൽ എന്ന് വെച്ചാൽ എന്താ? സ്നെയിൽ മീൻസ് ഒച്ച്. യെസ്, ഒച്ച്. ഒരു ഒച്ചിനെ കാണുന്നു ഇവള്. ആ ഒച്ചിനോട് ഇവള് പറയുന്നത് എന്താണ്? This snail is lying on the water's edge. ആ വെള്ളത്തിന്റെ, കടലെ റിവറിന്റെ അടുത്തൊരു കരയിൽ ഒരു മൂലക്കായിട്ടാണ്, ഒരു ബോർഡറിലായിട്ടാണ് ഈ ഒച്ചുണ്ടായിരുന്നത്. അപ്പോൾ ഒച്ചിനോട് അവൾ പറയാണ്, ലീവ് ദ വാട്ടർ, ഈ വെള്ളത്തിനെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ലീവ് ഓൺ എ ഗ്രീൻ ഹെഡ്ജ്. ഹെഡ്ജ് മീൻസ് ഫെൻസ്, വേലിയില്ലേ? നീ എന്ത് ചെയ്യണം? ഒരു പച്ച വേലിയിൽ പോയിരിക്കണം. നമ്മൾ മതിലൊക്കെ, കമ്പൊക്കെ വെച്ചിട്ട് മതിൽ കെട്ടൂലേ, അത് വേലി. അതിൽ പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇവള് പറയുകയാണ് സ്നെയിലിനോട്. ഐ കനോട്ട് സീ വൈ യു ഷുഡ് ബി ഇൻട്രസ്റ്റഡ് ഇൻ മൈ state. Why do you not mind your business and see to your own fate? Okay, at that time this snail says that why should you interfere in my life? നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വരുന്നത്? You should do your business. Okay, this is not your business, mind your own business. സ്നെയിൽ പറയുകയാണ്, നീ എന്തിനാ എൻ്റെ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നീ നിന്റെ കാര്യം നോക്ക്, നിന്റെ ലക്ഷ്യം, നിന്റെ ഫേറ്റ്, ഡെസ്റ്റിനി, നിന്റെ ലക്ഷ്യം നീ നിറവേറ്റാൻ വേണ്ടി നോക്കെന്നാണ് പറയുന്നത്. ഓക്കെ, then well said the girl, it is because I know much more than you and I would like you to benefit from things both great and true. Okay, so here you can see the girl says that it is because I know much more than you and I would like to benefit from things both great and true. എന്താ ഇവിടെ പറയുന്നത്? Girl says that I said these words to you because for your goodness. നിന്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിനക്ക് ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങളും അതുപോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. അങ്ങനെ ആ ഗേള് പറയുന്നു സ്നെയിലിനോട്.
Then the snail thought her a strange creature and crawled beneath a rock. He did not want to listen to such silly human talk. Okay, after that, the snail എന്ത് ചെയ്തു? സ്നെയിൽ വിചാരിച്ചു ഇവളൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ജീവി തന്നെയാണല്ലോ. ദിസ് ഗേൾ ഈസ് റിയലി എ സ്ട്രേഞ്ച് ക്രിയേച്ചർ. ഒരു വിചിത്രമായിട്ടുള്ള ജീവിയാണല്ലോ ഈ ഗേൾ എന്ന് ഒച്ചിങ്ങനെ വിചാരിക്കുവാണ്. ആൻഡ് ക്രോൾഡ് ബിനീത്ത് എ റോക്ക്. എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഒച്ചൊരു പാറേൻ്റെ അടിയിലേക്ക് കയറിപ്പോയി. ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ലിസൺ ടു സച്ച് സില്ലി ഹ്യൂമൻ ടോക്ക്. യെസ്, ദിസ് snail did not want to hear such type of nonsense talks by human beings. Okay, ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും കേട്ടോണ്ട് നിൽക്കാൻ ഒച്ചിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒച്ചു പോയി. She left the fish and fly and snail to see if she could find someone else who would appreciate the knowledge in her mind. So this girl left that place because fish, fly and snail were not ready to accept the words of this girl. Okay, ഈ കുട്ടി പറഞ്ഞ വേർഡ്സ് ഫിഷും ഫ്ലൈയും അതുപോലെ സ്നെയിലും ഒന്നും കേട്ടില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവിടുന്ന് പോവുകയാണ്. പോയിട്ട് എന്താ നോക്കുന്നത്? ആരെങ്കിലും അവളുടെ വേർഡ്സ് കേൾക്കുമോന്ന്. whether anybody is there to hear her words. ആരെങ്കിലും അവളുടെ വേർഡ്സ് കേൾക്കാനുണ്ടോ എന്നറിയാൻ വേണ്ടി അവൾ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അവളുടെ നോളജ്, അവളുടെ അറിവിനെ അഭിനന്ദിക്കുന്ന whether someone is there to appreciate her knowledge. She is in search of that person. ആരെങ്കിലും അവളെ അപ്രീഷിയേറ്റ് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. Then she wandered through the forest and she came upon a man hunched over a bright fire as he stirred food in a pan. അങ്ങനെ അവൾ അന്വേഷിച്ച് ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഷീ വാണ്ടേഡ് ത്രൂ ദി ഫോറസ്റ്റ് ആൻഡ് ഷീ മെറ്റ് എ മാൻ. അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു. ദിസ് മാൻ ഈസ് ഹഞ്ച്ഡ് മീൻസ് സിറ്റ് ഓവർ എ ബ്രൈറ്റ് ഫയർ. ഒരു ഫയറിൻ്റെ ഒരു തീ കത്തിച്ചിട്ടുണ്ട്, അതിൻ്റെ മുന്നിൽ തന്നെയാണ് ആ ആൾ ഇരിക്കുന്നത്. ഹീ സ്റ്റേർഡ് ഫുഡ് ഇൻ എ പാൻ. ഒരു പാനിൽ ഫുഡുണ്ട്. സ്റ്റേർഡ് മീൻസ് മിക്സ് ചെയ്യുക, ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡ് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാനിൽ ഫുഡുണ്ട്, അത് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. Joyfully she ran to him as he removed a sharp burr and told him how the fly and fish refused to learn from her. Okay, this girl became happy. So with joy, with happiness, she moved or she ran towards that man. അവള് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി. അപ്പം he removed a sharp burr means that man made a noise. ഒരു പെട്ടെന്ന് ഇവളെ കണ്ടപ്പോൾ ഒന്ന് മൂളി, ഒരു സൗണ്ട് ആക്കി, എന്തോ ഒരു മൂളൽ പോലെ ഒരു സൗണ്ട് ആക്കി ആ മനുഷ്യൻ. and told him how the fly and fish refused to learn from her. refused means നിരസിക്കുക. ഓക്കെ, എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ഇവൾ ഓടിപ്പോയിട്ട് പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞതൊന്നും ആര് കേട്ടില്ല? ഈ ഫ്ലൈയും അതേപോലെ ഫിഷും പിന്നെ ആരായിരുന്നു? സ്നെയിലും. ഇവർ 3 പേരും ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല എന്ന് ആര് പറയുന്നു? ഈ ഗേള് പോയിട്ട് ആ മനുഷ്യനോട് പറയുന്നു. Do not think about that child, the old sage said to her. You have more vital things to learn to make your own future. Okay, at that time this sage ആരാ? നേരത്തെ പഠിച്ചിട്ടില്ലേ സേജിന്റെ മീനിങ്? സന്യാസി, അല്ലെങ്കിൽ നല്ല ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാള്. ഓക്കെ, പണ്ഡിതൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു സന്യാസിയായിരുന്നു. ആ സന്യാസി പറഞ്ഞു, ഡു നോട്ട് തിങ്ക് അബൌട്ട് ദാറ്റ്. അവര് ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ സേജ് പറയാണ്, അതിനെക്കുറിച്ചൊന്നും നീ ഓർക്കണ്ട. യു ഹാവ് മോർ വൈറ്റൽ തിങ്സ് ടു ലേൺ ടു മേക്ക് യുവർ ഓൺ ഫ്യൂച്ചർ. എന്നിട്ട് പറയാണ്, നിനക്ക് നിന്റെ ഫ്യൂച്ചർ നന്നായിട്ട് എടുക്കാൻ വേണ്ടി, നിന്റെ ഫ്യൂച്ചറിലേക്ക് ഇനി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. യു ഷുഡ് ലേൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഇൻ യുവർ ലൈഫ്. വൈറ്റൽ മീൻസ് ഇമ്പോർട്ടൻ്റ്. ഓക്കെ, വൈറ്റൽ തിങ്സ് മീൻസ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഓക്കെ, ഇനി നിന്റെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പഠിക്കാനുണ്ട്, അതാണ് പറയുന്നത്. ഓക്കെ,
things to learn, and why should I, exclaimed the silly girl. I know enough to teach sailors why sails will not unfurl. Yes, at that time this girl says that I don't want to study anymore. ഇനിയും പഠിക്കണമെന്ന് എനിക്ക്, ഞാൻ എന്തിനു പഠിക്കണം, അങ്ങനെ ആ ഗേൾ ചോദിക്കുകയാണ്. ഐ നോ ഇനഫ് ടു ടീച്ച് സെയിലേഴ്സ്. സെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? മറൈനേഴ്സ്, നാവികർ. ഓക്കെ, കപ്പലിലൊക്കെ പോകുന്നവരെ നമ്മൾ സെയിലേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സെയിലേഴ്സിനെ പഠിപ്പിക്കാൻ വരെ എങ്ങനെയാണ് കപ്പലിൽ പായൊക്കെ ഉണ്ടാവില്ലേ, ആ ഫ്രണ്ടിലൊരു പായ്ക്കപ്പലിനൊക്കെ ഒരു എന്തോ ഒരു വിരിച്ചിട്ടുള്ള സാധനം ഉണ്ടാവില്ലേ, അതുവരെ, യെസ്, അതുവരെ എങ്ങനെയാ ആക്കേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം എന്നാണ് ഇവള് പറയുന്നത്. എനിക്കിനി ഒന്നും പഠിക്കേണ്ട കാര്യമില്ലെന്ന് ഇവൾ ആ സേജിനോട് പറയുന്നു, ഈ ഗേള്. And like the fly and fish and snail, she too turned away. She did not stop to listen to what the sage had to say. Yes, like that fly, fish and snail, she too turned away. ആ ഫിഷും അതേപോലെ ഫ്ലൈയും അതേപോലെ സ്നെയിലും ചെയ്തതുപോലെ തന്നെ ഇവളും എന്ത് ചെയ്യുവാണ്, ഈ സേജ് പറയുന്നത് കേൾക്കാതെ അവിടുന്ന് പോവുക. ഇവള് പറയുന്നത് കേൾക്കാതെ അവർ പോയപ്പോൾ ഇവക്ക് വിഷമായില്ലേ, ഇവള് പോയിട്ട് അത് പരാതി പറഞ്ഞു. പക്ഷെ ഇവള് എന്താ ചെയ്തത്, ഈ സേജ് പറഞ്ഞു കൊടുക്കുന്ന ഒന്നും കേൾക്കാതെ, അയാൾ പറയുന്നത് കേൾക്കാതെ അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, she was no better than the three, did not learn from her. All four refused to listen to wisdom that will alter. Yes, poet says that she was not better than the three. മറ്റുള്ള മൂന്ന് പേരെ പോലെ തന്നെയാണ് ഇവള്, അല്ലേ? She is also like the 3% because they were not ready to hear this girl. This girl is not ready to hear the sage. Okay, അപ്പം മറ്റുള്ളവരെ പോലെ തന്നെയാണ് ഇവള്. All four refused to listen wisdom that will alter. ഇവര് 4 പേരും എന്താ ചെയ്തത്? Wisdom means knowledge. Okay, Adira, listen here. Wisdom means knowledge. Okay, ഇവർ 4 പേരും എന്താണ്, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന നോളേജ് കേൾക്കാൻ വേണ്ടി റെഡി അല്ലാത്തവരായിരുന്നു. അപ്പോൾ 4 പേരും ഒരേപോലത്തവരായിരുന്നു എന്നാണ് പറയുന്നത്. എ മാൻ ഹൂസ് ഡ്രങ്ക് ഓൺ പ്രൈസ് ആൻഡ് വൈൻ ഷുഡ് നോട്ട് പ്രാൻസ് വിത്ത് പിക്ചേഴ്സ് ഫൈൻ, ആൻഡ് സർട്ടൻലി ദ മാൻ ഷുഡ് നോ എ ഷോ ഓഫ് ഫാൾ സോ വെരി ലോ. Here you can see the concluding lines of this poem, that is, a man who's drunk on praise and wine. Drunk എന്ന് പറഞ്ഞാൽ എന്താ? മദ്യപിച്ച ഒരാള്. ഓക്കെ, പ്രൈസ് പുകഴ്ത്തലിലും അതേപോലെ വൈനൊക്കെ കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ജുവാന, Good evening, Miss. Good evening. You are too late. We are going to wind up our class. Okay. നമ്മൾ MS-ന്റെ ഒരു ലെസൺ കംപ്ലീറ്റ് ചെയ്തു. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാനായി ലാസ്റ്റ് പാരഗ്രാഫ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോയതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസ. ഓക്കെ, ജുവാനി ഉണ്ടായിരുന്നില്ല ഞാൻ ഇതെടുക്കുമ്പോൾ? MS ഇന്നല്ല, പകുതി വരെ എടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. ബാക്കി ഇന്ന് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് എടുത്തായിരുന്നു. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇനിയിപ്പോ ലാസ്റ്റ്, ഓക്കെ, ലാസ്റ്റ് ആയതുകൊണ്ട് ജുവാനിക്ക് മനസ്സിലാവൂല. ലാസ്റ്റ് 4 ലൈൻസ് ആണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എ മാൻ ഹൂസ് ഡ്രങ്ക് ഓൺ പ്രൈസ് ആൻഡ് വൈൻ. ഒരു വൈൻ കുടിച്ചിട്ടോ അല്ലെങ്കിൽ പുകഴ്ത്തി, സ്വയം പുകഴ്ത്തി നിൽക്കുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും, വല്ലാണ്ട് ഒരു ലഹരിയിലായിരിക്കും അവരുണ്ടാവുക. ഓക്കെ, ഇൻ that time they should not prance with pitchers fine. Pitchers എന്ന് പറഞ്ഞാൽ മൺകുടമാണ്. മൺകുടത്തിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ ബ്രേക്ക് ഈസിലി, അല്ലേ? അപ്പോൾ ഇങ്ങനെ വൈനൊക്കെ കുടിച്ച് ലഹരിയായിട്ട് നിൽക്കുന്ന ആളുടെ കയ്യിൽ ഒരു മൺകുടം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അത് ബാലൻസ് നഷ്ടപ്പെട്ട് വീണ് പൊട്ടിപ്പോവില്ലേ? അതേപോലെയാണ് എന്ത്, ഇതേപോലെ പ്രൈസ് സ്വന്തമായിട്ട് പുകഴ്ത്തി നടക്കുന്നവരുടെ അവസ്ഥ അതാണ്. ഓക്കെ, ആൻഡ് സർട്ടൻലി ദ മാൻ ഷുഡ് നോ എ ഷോ ഓഫ് ഫാൾ സോ വെരി ലോ. ആഫ്റ്റർ ദാറ്റ് വി ക്യാൻ സീ എന്താണ്, മനുഷ്യന്മാര്, ചില ആൾക്കാരുണ്ടാവില്ലേ ഭയങ്കരമായിട്ട് ഷോ കാണിച്ച് നടക്കുന്നവര്. ദേ തിങ്ക് ദാറ്റ് ദേ ആർ ദി ഹയസ്റ്റ് അതോറിറ്റി. ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്തായിരിക്കും, വെറുതെ ഒരു ഷോ ഓഫ്. അതൊക്കെ എന്തായാലും ഒരു ദിവസം അതെല്ലാം പൊളിയുന്നു. ഓക്കെ,
the show off falls so very low. In a day it will fall down. അതാണ് ഇതിൽ പറയുന്നത്. അപ്പൊ എന്താണ് ഈ ഗേള് എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഗേള് പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നുള്ള രീതിയിൽ സേജിനോട് പോയി പരാതി പറഞ്ഞു. പക്ഷേ ആക്ച്വലി എന്താണ് സേജ് അവൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സമയത്ത് സേജിനെ കേൾക്കാൻ ഇവളും റെഡി ആവുന്നില്ല. അപ്പോൾ ആ ഫ്ലൈയും അതേപോലെ സ്നെയിലും അതേപോലെ ആരായിരുന്നു? ഫ്ലൈ, സ്നെയിൽ, പിന്നെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ, ഫിഷ്. അവർ ചെയ്ത അതേ സിറ്റുവേഷൻ, യെസ് ഫിഷ്. അവർ 4 പേരും ചെയ്തത് ഒരേ കാര്യമാണ്. അതിന്റെ മോറൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക? സ്വന്തമായിട്ട് അഹങ്കാരം അല്ലെങ്കിൽ പ്രേസ് ചെയ്ത് നടക്കുന്നവര് ഒന്നും പെർഫെക്റ്റ് അല്ല. ഒരു ദിവസം അവരുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം, the character will reveal one day. Okay, that's all about this lesson. And ഇതിന്റെ നോട്ട് ഞാൻ ഇന്ന് ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാനിത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ടൈപ്പ് ചെയ്തിട്ട് PDF ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, shall we wind up? ജുവാന വായിച്ചു നോക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, യെസ്. Okay, miss. Okay, okay, thank you all. Bye.